യെസ് മക്കളെ, ഈ ക്വസ്റ്റ്യന്റെ അവിടെ എഴുതി വെച്ചോളൂ. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണ് വായിച്ച് മനസ്സിലാക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്നിട്ട് ഇവിടെ 5 ടേംസിന്റെ സമ്മ് കാണുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ ഒരു എന്നില്ലേ, എന്ന് ആ എന്നിന്റെ പൊസിഷനിൽ എന്ത് കൊടുത്താ മതി? 5 അങ്ങോട്ട് കൊടുത്ത ആൻസർ ആയി. 5 ടേംസിന്റെ സമ്മ് കാണാന്ന് പറഞ്ഞാൽ ഈ സം ഓഫ് n ടേംസിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, അവിടെ എന്നിന്റെ അവിടെ എന്ത് കൊടുക്കുക? 5. സോ ഇങ്ങനെയാണ് കിട്ടുന്നത്. 3 അതുപോലെ എഴുതുന്നു. n സ്ക്വയർ എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? n സ്ക്വയർ എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? 5 സ്ക്വയർ. 6 into n ഉള്ളോട്ട് എന്ത് എഴുതണം? 6 into 5 എന്ന് എഴുതണം. സോ 3 into 5 സ്ക്വയർ എത്ര? 25. 3 into 25 എത്ര വരും? 75 വരും. 75ഉം 30ഉം ആഡ് ചെയ്താൽ എന്ത് വരും? 105 എന്ന ആൻസർ കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് നല്ല ഇമ്പോർട്ടന്റ്. 3 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക. അങ്ങനെ ടോട്ടൽ 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഹൗ മെനി ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 360 എന്ന് ചോദിച്ചാലേ ഈ SN 360 എഴുതുക. റെഡി അല്ലേ? എന്നിട്ട് SN ഇവിടെ തന്നിട്ടുണ്ട്. തന്ന SN ഇല്ലേ, ആ SN-ന്റെ പൊസിഷനിൽ ആ SN അതേപോലെ എഴുതുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നേരത്തെ കോമൺ 2 ആയപ്പോ എല്ലാ ടേമിനെയും ഏതുകൊണ്ടാ ഡിവൈഡ് ചെയ്ത്? 2 കൊണ്ട്. ഇവിടെ ഏതാ കോമൺ? ഇവിടെ ഏതാ കോമൺ? 3. അപ്പൊ എല്ലാ ടേമിനെയും ഏതോട്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്? എല്ലാ ടേമിനെയും ഏതോട്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്? 3. അപ്പൊ അവിടെ എഴുതി വെച്ചോളൂ, ഈച്ച് ടേം ഡിവൈഡഡ് ബൈ 3. ഓരോ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓരോ ടേമിനെയും നമ്മൾ ഏതോട്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. നിങ്ങളിതിലെ ഓരോ ടേമിനെയും 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താ 3n സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? 3n സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? n സ്ക്വയർ. 6n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? 6-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? 2n. 360-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താ? 120. ഇത് ചെയ്യാനുള്ള മെത്തേഡിന്റെ പേരാണ് എന്ത്? സ്ക്വയർ കംപ്ലീഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാൻ പോയാൽ നല്ല പണിയായിരിക്കും. സ്ക്വയർ കംപ്ലീഷൻ. സ്ക്വയർ കംപ്ലീഷൻ ഇങ്ങനെയാണ് ചെയ്യുക. n സ്ക്വയർ അവിടെ എഴുതുന്നു, 6n അവിടെ എഴുതുന്നു, ഈക്വൽ ടു 120 എഴുതുന്നു. രണ്ട് സൈഡിലും എന്താണ് ആഡ് ചെയ്യേണ്ടത്? 2n ആണല്ലേ. രണ്ട് സൈഡിലും എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഈ 2ന്റെ പകുതി എത്ര? 1. ഇവിടെ 1 സ്ക്വയർ ആഡ് ചെയ്യുന്നു, ഇവിടെ അതിന്റെ ആൻസർ എഴുതുന്നു. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 121. സ്ക്വയർ പോകുമ്പോൾ എന്ത് സംഭവിക്കും? റൂട്ട് വരും. റൂട്ട് 121 എത്രയാണ്? 11. n എത്ര കിട്ടും? 11 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് n എത്ര കിട്ടും? 10 എന്ന് കിട്ടും. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഈസി ആയിട്ട് എഴുതാം. വേഗം പഠിച്ചോ.